സോക്കർ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മത്സരം ഗോൾ രഹിതം, നായകനെ യാത്രയാക്കി ഇന്ത്യൻ ജനത. ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ഇന്ന് നടന്ന കുവൈത്തിനെതിരെയുള്ള മത്സരമായിരുന്നു തൻ്റെ അവസാനത്തേത്. മത്സരം ഇരു ടീമുകളും ഗോൾ നേടാതെ 0-0 അവസാനിച്ചു. ഇന്ത്യയുടെ ലോകകപ്പിലേക്കുള്ള ക്വാളിഫയർ മത്സരമായിരുന്നു ഇത്. മത്സരത്തിൽ ഇന്ത്യക്ക് ജയം നിർണായകമായിരുന്നു. സമനിലയായതിനാൽ ഖത്തറിനെതിരെയുള്ള മത്സരം ജയം നിർണായകമാണ്. ടേബിളിൽ 5 പോയിന്റോടെ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. പക്ഷെ ചർച്ചകൾ തുടരുന്നത് ഇവിടെയാണ്. ഇന്ത്യയുടെ നായകൻ, ഫുട്ബോളിന്റെ ഇതിഹാസം സുനിൽ ഛേത്രി. ഇന്റർനാഷണൽ ഫുട്ബോൾ കരിയറിൽ ഗോൾ സ്കോറിംഗിന്റെ കാര്യത്തിൽ സാക്ഷാൽ ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും തൊട്ടുപുറകെയുള്ളവൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ മൂന്നാമൻ. ലോക ഫുട്ബോളിൽ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും അങ്ങനെ പലയിടങ്ങളിലും ഒരുപാട് താരങ്ങളുണ്ടായിട്ടും മെസ്സിയുടെയും റൊണാൾഡോയുടെയും പുറകെ നിൽക്കാൻ സ്ഥാനം പിടിച്ചവൻ ഒരു ഇന്ത്യക്കാരൻ. അവൻ്റെ പേര് സുനിൽ ഛേത്രി. ഇന്റർനാഷണൽ ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 128 ഗോളുകളാണ് നേടിയത്. തൊട്ടുപിറകിലുള്ള ലിയണൽ മെസ്സിക്കാവട്ടെ 106 ഗോളുകളാണുള്ളത്. ഇവിടെയാണ് നിലവിൽ കളിച്ചു കൊണ്ടിരിക്കുന്നവരിൽ സുനിൽ ഛേത്രി മൂന്നാമനായി നിൽക്കുന്നത്. 94 ഗോളുകളാണ് സുനിൽ ഛേത്രിയുടെ സമ്പാദ്യം. അതൊരു ഇന്ത്യക്കാരന്റെ പേരിലാകുമ്പോൾ അതൊരു വലിയ അഭിമാനം തന്നെയാണ്. കാരണം ഇത്രയും കാലം ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചത് സുനിൽ ഛേത്രി ആയിരുന്നു. ഇനി ഒരുപാട് നഷ്ടങ്ങളിലേക്കാണ് ഇന്ത്യൻ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അയാളുള്ള കാലം അത്രയും അയാളുടെ കുറവ് മനസ്സിലാവില്ല. പക്ഷേ അയാളുടെ പടിയിറക്കം ഇന്ത്യൻ ടീമിന് ഏറെ നഷ്ടമാണ്. മുന്നിൽ നിന്ന് നയിക്കാനും ഗോളടിക്കാനും ഇനി സുനിൽ ഛേത്രി ഇല്ലെന്ന കാര്യം വളരെ വിഷമകരമാണ്. ഇന്ന് നടന്ന കുവൈത്തിനെതിരെയുള്ള മത്സരത്തിൽ താരത്തിന് മികച്ച പ്രകടനങ്ങളൊന്നും പുറത്തെടുക്കാനായിട്ടില്ല. പക്ഷേ ഇതിനു മുൻപ് നടന്ന പല മത്സരങ്ങളിലും വിന്നിംഗ് ഗോളായി വരുന്നത് സുനിൽ ഛേത്രിയുടെ പേരിലായിരുന്നു. ഇനി ഇന്ത്യയെ വിജയിപ്പിക്കാൻ അദ്ദേഹമില്ല. പോർച്ചുഗലിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയും അർജന്റീനയിൽ നിന്ന് ലയണൽ മെസ്സിയും വിരമിക്കുന്നത് പോലെയായിരിക്കും ഇന്ത്യയിൽ നിന്ന് സുനിൽ ഛേത്രി വിരമിച്ചാൽ. കാരണം അത്രമേൽ സമ്പാദ്യമാണ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം നേടിക്കൊടുത്തത്. ഇതായിരുന്നു ഇന്ത്യയുടെ നായകൻ, ഫുട്ബോളിന്റെ നായകൻ, ലോക ജനതയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ നായകൻ. നന്ദി ഛേത്രി, നിങ്ങളാണ് താരം. ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.